എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു കഥ പറയാനാണ് വന്നിട്ടുള്ളത്. ചെറിയ കഥയാണ്. പലരും കേട്ടിട്ടുള്ളതാവും, കേൾക്കാത്തവരും ഉണ്ടാവും. കേട്ടിട്ടുള്ളവർക്ക് അതൊന്ന് അയവിറക്കാം, കേൾക്കാത്തവർക്ക് പുതിയൊരു കഥ കിട്ടും അല്ലേ. അപ്പോൾ ഇത് കോഴിക്കോട് ആയിട്ട് ബന്ധപ്പെട്ട് സാമൂതിരിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. കോഴിക്കോട് സാമൂതിരിമാർ എന്ന് പറഞ്ഞാൽ 750 വർഷക്കാലം കേരളത്തിലെ കോഴിക്കോട് അടങ്ങണ മലബാറിൻ്റെ തെക്കേ പകുതി ഭരിച്ചിരുന്ന ഭരണാധികാരികളായിരുന്നു ഈ സാമൂതിരിമാർ. ഇപ്പോഴും ഉണ്ടല്ലോ അവർ കോഴിക്കോട്. അത് നെടിയിരിപ്പ് സ്വരൂപം എന്നൊക്കെയാണ് പറയാറുള്ളത്. അല്ലെങ്കിൽ കുന്നലനാട് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ, കുന്നലനാട് എന്നാണ് അതിന് പൊതുവെ പറയാറ്. അപ്പോൾ അവിടെ ഈ മാനവിക്രമൻ, അതുപോലെ മാനവേദൻ്റെ കഥയൊക്കെ നമ്മൾ ഗുരുവായൂരുമായിട്ട് ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ട്. മയിൽപ്പീലി ഇട്ടുകൊടുത്തു എന്നൊക്കെ കേട്ടിട്ടില്ലേ. അവരാണ് സാമൂതിരിമാർ. അപ്പോൾ ആ സാമൂതിരിയായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇന്ന് പറയാൻ പോണത്. കഴിഞ്ഞ പ്രാവശ്യത്തെ കഥയ്ക്ക് ഒരുപാട് പേര് കണ്ടു. അതെനിക്ക് ഇത്രയും, ഞാൻ ഈ യൂട്യൂബ് തുടങ്ങിയിട്ട് കുറച്ച് നാളേ ആയുള്ളൂ. യൂട്യൂബ് തുടങ്ങിയിട്ട് ഏറ്റവും അധികം വ്യൂ കിട്ടിയത് ഈ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ കുന്നിക്കുരുവിൻ്റെ കഥ പറഞ്ഞതിനാണ്. എല്ലാവർക്കും നന്ദിയുണ്ട്. ആ ഒരു കഥയിൽ തന്നെ ഒരുപാട് പേര് വന്ന് അഭിപ്രായം അറിയിച്ചു, ഇഷ്ടം അറിയിച്ചു. എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഈ ഒരു പ്രോത്സാഹനം, സപ്പോർട്ട് ഇനിയും ഉണ്ടാവണേ എന്ന് പറയുകയാണ്. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുകയും കൂടി ചെയ്താൽ എനിക്ക് അതൊരു ഉപകാരമാവും. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് നഷ്ടമൊന്നും വരാനുമില്ലല്ലോ. അപ്പോൾ അത് എന്നുവെച്ചാൽ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കഥ ഇടുന്ന ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷനും കിട്ടും. നിങ്ങൾക്കത് സെർച്ച് ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല. നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിലോ അല്ലെങ്കിൽ ഏതിലോ കാണുന്നതെന്ന് വെച്ചാൽ അവിടെ ഉണ്ടാവും. അതാണൊരു കാര്യം, എനിക്കും കാര്യമാണ്. അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം അല്ലേ. പണ്ട് കോഴിക്കോട് ഒരുപാട് നാൾ മുമ്പ് കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു സാമൂതിരിയുടെ വലത്തെ തോളിന് ഭയങ്കര വേദന തുടങ്ങി. അതിങ്ങനെ ആദ്യം ചെറിയൊരു വേദന, അത് കഴിഞ്ഞ് പിന്നെ വേദന സഹിക്കാൻ പറ്റാതെ ആയി തുടങ്ങി. കുറേശ്ശെ കൂടി വന്നിട്ട് എന്ത് ചെയ്താലും മാറാത്ത ഒരു അവസ്ഥ വന്നു. വേദന തുടങ്ങി കൂടി വരികയാണ് എന്ന് കണ്ടപ്പോൾ നാട്ടുവൈദ്യന്മാരെ കാണിച്ചു. അതുപോലെ നല്ല വൈദ്യന്മാരെ കാണിച്ചു. എല്ലാവരെയും വിളിച്ചു നോക്കിച്ചു. എല്ലാവരും നോക്കിയിട്ട് പക്ഷേ തമ്പുരാൻ അസുഖമൊന്നുമില്ലല്ലോ എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഇത് സാമൂതിരി തമ്പുരാന് അസുഖം ഇങ്ങനെ തോളുവേദനയാണ്, മാറണില്ല എന്ന് കേട്ടിട്ട് ഒരുപാട് ഏതൊക്കെയോ ദേശത്തു നിന്നൊക്കെ ഒരുപാട് നല്ല വൈദ്യന്മാരും ഒക്കെ വന്ന് നോക്കിയിട്ടും ആർക്കും ഇത് ഒന്ന് കണ്ട് എന്താ കാരണം എന്നറിഞ്ഞാലല്ലേ ഒന്ന് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആർക്കും മനസ്സിലായില്ല. അത് കഴിഞ്ഞ് മന്ത്രവാദികളെ വിളിച്ചു നോക്കി. അങ്ങനെയൊക്കെ എത്തിയിട്ടും അവരുടെ പഠിച്ച പണി 18 നോക്കിയിട്ടും ഒന്നും ചെയ്യാൻ തമ്പുരാൻ്റെ വേദനയ്ക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. അത് കൂടി വരിക തന്നെയാണ്. ഒടുക്കം വൈദ്യന്മാരും മന്ത്രവാദികളും എല്ലാം ഇതിപ്പോൾ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞു തമ്പുരാനെ. സഹിക്കുക തന്നെ വേദന. അങ്ങനെ ഇരിക്കുമ്പോൾ അതിബുദ്ധിമാനായിട്ടൊരു ആള്, നല്ല വിശ്വാസവും അതുപോലെ സൂക്ഷ്മഗ്രാഹിയാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെ നല്ല ഉൾക്കണ്ണ് ഉള്ള ഒരാൾ വന്നു. ഒരു വിദ്വാൻ സാമൂതിരി തമ്പുരാൻ്റെ അടുത്ത് വന്നു. കാര്യമൊക്കെ ചോദിച്ചറിഞ്ഞു.
അദ്ദേഹത്തിന് ഈ വേദന കാരണം ഈ ഭരണത്തിലൊന്നും ശ്രദ്ധിക്കാനേ പറ്റണില്ലേ. ആലസ്യം, എപ്പോഴും കിടക്കണമെന്ന് തോന്നുക, അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു. അദ്ദേഹം, ഈ വന്ന ആൾ പറഞ്ഞു, ഇതിപ്പോൾ ഞാൻ മാറ്റിത്തരാലോ എന്ന് പറഞ്ഞു. ഈ അസുഖം അതിനിപ്പം വിഷമമൊന്നുമില്ല, ഒരു തോർത്ത് നനച്ച് കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. ഒരു തോർത്ത് നനച്ച് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ആ തോളത്ത് കുറച്ച് നേരം വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആർക്കും വലിയ വിശ്വാസമൊന്നും തോന്നിയില്ല. ഫലിക്കുന്ന പ്രയോഗം, എത്ര പേര് വലിയ വലിയ വൈദ്യന്മാർ വന്ന് നോക്കിയിട്ട് പറ്റാത്ത സംഗതി. ഇപ്പോൾ ഈ തോർത്ത് ഇവിടെ ഇങ്ങോട്ട് ഇട്ടാൽ ഇത് മാറും എന്ന് വിചാരിക്കുക, അത് പറ്റില്ലല്ലോ. എന്നാൽ ഒന്ന് പരീക്ഷിച്ച് നോക്കാം, എല്ലാം കഴിഞ്ഞ് ഇരിക്കുകയല്ലേ. ഇനിയിപ്പോൾ ഇത് നോക്കിയില്ല എന്ന് വേണ്ട, വേദനയുടെ കാഠിന്യം കൊണ്ട് ഇതും ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് സാമൂതിരിക്കും തോന്നി. അങ്ങനെ ചെയ്തു. ഒരാളോട് മുണ്ട് നനച്ച് കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ മുണ്ട് നനച്ച് കൊണ്ടുവന്ന് സാമൂതിരിയുടെ തോളത്ത് വെച്ചു കൊടുത്തു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തമ്പുരാന് നല്ല സുഖം, വേദന അങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഈ വേദന നിശേഷം അങ്ങോട്ട് മാറി, വേദന ഇല്ല. അപ്പോൾ തമ്പുരാൻ സുഖമായോ എന്ന് ചോദിച്ചാൽ സുഖമായി. ആ സമയത്ത് ഈ തമ്പുരാൻ എന്താണെന്നില്ലാത്തൊരു സന്തോഷം. എന്താ വെച്ചാൽ എത്രയോ പേര് വന്ന് നോക്കി, എത്ര ദിവസമായി ഞാൻ ഈ വേദന അനുഭവിക്കണോ, ഈ ഒരു കാര്യം ആർക്കും മനസ്സിലായില്ലല്ലോ എന്നും പറഞ്ഞ് ഈ വന്ന വിദ്വാന് ഒരുപാട് വീരശൃംഖലയൊക്കെ കൊടുത്തു. ഒരുപാട് വേറെ സമ്മാനങ്ങൾ ധാരാളം കൈ നിറച്ചു കൊടുത്തു. അയാൾ തിരിച്ചുപോയി. ഈ ഒരു സംഗതി ദിവാൻ ഉണ്ടല്ലോ, ദിവാൻ ഉണ്ട് നമ്മുടെ സാമൂതിരിയുടെ ഭരണകാര്യങ്ങളിലൊക്കെ ഉപദേശം കൊടുക്കുന്നത് ദിവാനാണ് എന്നാണ് പറയുക. ദിവാൻജി വന്നപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇങ്ങനെ കേട്ടിട്ട് സാമൂതിരിയുടെ അടുത്ത് വന്നു. അതിബുദ്ധിമാനാണ് ദിവാൻ. ഈ വർത്തമാനം ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റാണ്ടേ വലിയ സങ്കടമായി. ഈശ്വരാ, കാര്യം തെറ്റിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഭയങ്കര വിഷമമായിട്ട് ഇങ്ങനെ നടന്നു. ഒരാളെ അന്വേഷിച്ച് ഇങ്ങനെ നടക്കുക, ആരെയോ അന്വേഷിച്ച് അങ്ങനെ നടക്കാൻ തുടങ്ങി. 4 പുറം നോക്കിയിട്ട് എല്ലായിടത്തും നോക്കി ഒരാളെ അന്വേഷിച്ച് നടക്കുകയാണെന്ന് മനസ്സിലാവും കണ്ടാൽ. അങ്ങനെ നടന്ന് എവിടെയും കിട്ടിയില്ല, അന്വേഷിക്കണ ആളെ എവിടെയും കാണാനില്ല. കുറേ കഴിഞ്ഞ് സന്ധ്യാവാറായപ്പോൾ കോഴിക്കോട്ട് അങ്ങാടിയുടെ പരിസരത്തു കൂടി വന്ന അങ്ങാടിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഉണ്ട് സർവാംഗ സുന്ദരിയായ ഒരു യുവതി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ദിവാൻജി വേഗം അവരുടെ അടുത്ത് ചെന്നു. വിനയത്തോടെ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എന്താണെന്ന് വെച്ചാൽ പറയാലോ, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ദിവാൻജി എന്ത് ചെയ്തു, വല്ലാത്ത പരിഭ്രമമൊക്കെ നടിച്ചിട്ട്, അയ്യോ എൻ്റെ മുദ്ര ഞാൻ കച്ചേരിയിൽ വെച്ച് മറന്നിട്ടാണല്ലോ പോകുന്നത്, അത് എടുത്തു കൊണ്ടുവരട്ടെ, ഇപ്പോൾ വന്നേക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കച്ചേരി എന്ന് പറഞ്ഞാൽ റവന്യൂ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ, അതൊക്കെ നോക്കണ സ്ഥലമാണ് കച്ചേരി. ഹജൂർ കച്ചേരി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ്. അപ്പോൾ കച്ചേരിയിൽ വെച്ച് എൻ്റെ മുദ്ര മറന്നുപോയി, അത് ഓടിച്ചെന്ന് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത് ഒരത്യാവശ്യ കാര്യമാണ്, അത് കേൾക്കാതെ പറഞ്ഞിട്ട് കേൾക്കാതെ ഇവിടുന്ന് പോയിക്കളയല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, നിങ്ങൾ തിരിച്ചു വരണ വരെ ഞാനിവിടെ നിന്നോളാം എന്ന് ഈ സ്ത്രീ പറഞ്ഞു, സമ്മതിച്ചു. അപ്പം ദിവാൻജി പറഞ്ഞു, അങ്ങനെ വെറുതെ ഞങ്ങൾ പറഞ്ഞാൽ പോരാട്ടോ, ഞാൻ തിരിച്ചു വന്നിട്ടല്ലാതെ പോവില്ല എന്ന് ഒന്ന് സത്യം ചെയ്യണം, എന്നാലേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അത്രയും അത്യാവശ്യമുള്ള കാര്യമായതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ സത്യം പറഞ്ഞു, നിങ്ങൾ തിരിച്ചു വന്നിട്ടേ ഞാൻ പോവുള്ളൂ ഇവിടുന്ന്. അങ്ങനെ നിർബന്ധിച്ചതുകൊണ്ട് അങ്ങനെ സത്യം ചെയ്തു.
ദിവാഞ്ചി പോയി, സ്ത്രീയുടെ അടുത്തുനിന്ന് ഇങ്ങോട്ട് പോന്നു. അത് കഴിഞ്ഞ് ദിവാഞ്ചി സാമൂതിരിപ്പാടിൻ്റെ അടുത്ത് വന്നു. ഇപ്പം തിരുമേനിയോട് ചോദിച്ചു, ഇപ്പം തിരുമേനിക്കിപ്പം നല്ല സുഖമായില്ലേ എന്ന് ചോദിച്ചു. ആ, നല്ല സുഖമായി. ഇങ്ങനെ ഒരു ചികിത്സയുടെ കാര്യം നമ്മൾ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. എത്ര വൈദ്യന്മാർ വന്നിട്ട് എന്നെ നോക്കി, എന്നിട്ടൊന്നും ഇത് മാറ്റാൻ പറ്റിയില്ല. ഈ ഒരു കൗശലം പറഞ്ഞ് തന്ന ആളെന്തായാലും മഹായോഗ്യൻ തന്നെ കേട്ടോ, സംശയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദിവാഞ്ചി പറഞ്ഞു, യോഗ്യൻ തന്നെ, കാര്യം പറ്റിച്ചിട്ട് പോയല്ലോ. ആലോചിക്കാതെ, തമ്പുരാൻ ഇങ്ങനെ ആലോചിക്കാതെ അയാൾ പറഞ്ഞത് ചെയ്തത് വലിയ കഷ്ടമായിപ്പോയി, സങ്കടമായി ദിവാഞ്ചിക്ക്. ഇനി ഈ വേദനയുടെ കാര്യം അവിടുന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു, അല്ലെങ്കിൽ ചെയ്യാനേ പാടില്ലായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇത്രയും നമ്മുടെ ഈ നാടിന്, കുന്നല നാടിന് ഇത്രയും ഐശ്വര്യം വർദ്ധിച്ച് നിൽക്കണതെന്ന് തിരുമേനിയിൽ ആ ലക്ഷ്മി ഭഗവതിയുടെ അധിവാസം ഉണ്ടായതുകൊണ്ടാണ്. അപ്പോൾ മഹാലക്ഷ്മി അവിടുത്തെ വലത്തെ തോളിൽ നൃത്തം ചെയ്തുകൊണ്ടിരുന്ന കൊണ്ടാണ് അവിടത്തേക്ക് ഇത്രയും വേദന വന്നത്. വലത്തെ തോളത്ത് നിന്ന് ശ്രീലക്ഷ്മി നൃത്തം ചെയ്യുമായിരുന്നു എന്നാണ് പറയണത്. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു വേദന വന്നത്. അത് മനസ്സിലാക്കിയില്ല തിരുമേനി അത് മനസ്സിലാക്കിയില്ല. പക്ഷേ അയോഗ്യൻ എന്ന് പറഞ്ഞ വന്ന ആൾ അത് മനസ്സിലാക്കി, ഇങ്ങനെയാണ് എന്ന്. അപ്പോൾ ഈറം കൊണ്ട് വലത്തെ തോളത്ത് വെച്ചാൽ അത്രേ അശ്രീകരായിട്ട് വേറെ ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്താൽ ഈ ചെയ്യുന്ന ആളുടെ ദേഹത്തു നിന്ന് ഐശ്വര്യലക്ഷ്മി വിട്ടുപോവും. ആ സ്ഥാനത്ത് ജ്യേഷ്ഠാ ഭഗവതി വന്ന് കൂടിയിരിക്കും. അതാണിപ്പോൾ സംഭവിച്ചത്. ഈ ഒരു കാര്യം തിരുമേനിക്ക് അത്ര ഇതുണ്ടായില്ല, ഓർമ്മയുണ്ടായില്ല. ഇത് അറിയാഞ്ഞിട്ടാണ് തിരുമേനി ഈ ഒരു അബദ്ധം കാണിച്ചത്. ആ വിദ്വാന് ഈ ഉപായം നന്നായിട്ട് മനസ്സിലായി. അപ്പം നമ്മുടെ കാലദോഷം അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറ്റിയത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ലക്ഷ്മി ദേവി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ കോഴിക്കോട്ട് ആ അങ്ങാടിയിൽ ഇവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് വിട്ടുപോകാണ്ടിരിക്കാനുള്ളൊരു സൂത്രം അടിയൻ ഒരു ഉപായം പ്രയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടിയൻ ഇനി ജീവിച്ചിരിക്കാൻ ഒരു നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഭയങ്കര സങ്കടമായിട്ട് പറഞ്ഞു, അടിയൻ ഇനി ജീവിച്ചിരിക്കില്ല. ലക്ഷ്മി ദേവി അവിടെ നമ്മുടെ നാട്ടിൽ ഒരു സ്ഥലത്ത് നിൽക്കുന്നുണ്ട്, അടിയന് ഇനി ജീവിച്ചിരിക്കാനും നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ദിവാഞ്ചി സാമൂതിരിയുടെ മുമ്പിൽ നിന്ന് അടുത്തുനിന്ന് പോയി. ഉടനെ പോയിട്ട് ആത്മഹത്യ ചെയ്യുകയുണ്ടായത്. ഈ ദിവാഞ്ചി ഈ സത്യം ചെയ്യിപ്പിച്ച് അങ്ങാടിയിൽ നിർത്തിയ സ്ത്രീയാണ് സാക്ഷാൽ മഹാലക്ഷ്മി എന്ന് ഇനിയിപ്പോൾ പറയണ്ടല്ലോ. ആ മഹാലക്ഷ്മി അവിടെ ഇപ്പോഴും കോഴിക്കോട് അങ്ങാടിയിൽ നിൽക്കുന്നുണ്ടെന്നാണ് വിശ്വാസം. ദിവാഞ്ചിയെ തിരിച്ചു വന്ന് കാണാതെ മഹാലക്ഷ്മിക്ക് പോകാൻ നിവൃത്തിയില്ലല്ലോ. എന്താ വെച്ചാൽ സത്യം ചെയ്തില്ലേ ദിവാഞ്ചിയോട്. ദിവാഞ്ചിയും പറഞ്ഞു, ഞാൻ ഇപ്പം വരാമെന്ന് മഹാലക്ഷ്മിയോട്. വെറുതെ ആണെങ്കിലും അവനോനറിയായിരുന്നു വരില്ല എന്ന്. വന്നാൽ കാര്യം ചോദിച്ച് മനസ്സിലായാൽ ലക്ഷ്മി ദേവി പോവും. അതുകൊണ്ട് പോകാൻ നിവൃത്തിയില്ല അങ്ങാടിയിലേക്ക്. അത് കാരണം ദിവാഞ്ചി ജീവൻ കളഞ്ഞു. അപ്പോൾ ഇപ്പോഴും ഈ കോഴിക്കോട്ട് അങ്ങാടിയിൽ ഈ ശ്രീലക്ഷ്മി നിൽക്കുന്നുണ്ട് എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ ഇന്നും അവിടുത്തെ ഐശ്വര്യം അങ്ങനെ നശിക്കാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതും ഈ ഐശ്വര്യ ദേവത അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ് എന്നാണ് ഇപ്പോഴും ഉള്ള വിശ്വാസം. ഈ കോഴിക്കോട് ടൗണിന് സന്ധ്യാസമയത്ത് പ്രത്യേകമായിട്ടൊരു ഐശ്വര്യമുണ്ട് എന്നാണ് പറയണത്. കോഴിക്കോട്ടുകാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കോഴിക്കോട്ടുള്ളവരും ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കോഴിക്കോടിന് വൈകുന്നേരം എപ്പോഴും ഉള്ളതിനേക്കാളും പ്രത്യേകമായിട്ടൊരു ഐശ്വര്യം വൈകുന്നേര സമയത്തുണ്ട് എന്ന് കേൾക്കണം. എനിക്കത് ഇപ്പോൾ കുറേ നാളായിട്ട് കോഴിക്കോട്ടേക്കൊന്നും വരാൻ പറ്റാറില്ല.
അപ്പോൾ അവിടെ ഈ ലക്ഷ്മി ദേവിയുടെ അധിവാസം ഉണ്ട് എന്നാണ് അത് പറയുമ്പോൾ അത് ഇങ്ങനെ ഒരു ഇതിഹാസം അല്ലെങ്കിൽ നടന്ന സംഭവമായിട്ട് തന്നെ സാമൂതിരിയും ഒക്കെ ഇപ്പോഴും ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അത് നടന്ന സംഭവമായിട്ട് തന്നെയാണ് പറയണത്. അപ്പോൾ അതിലെന്തോ വാസ്തവമുണ്ട് എന്ന് ഈ ഐശ്വര്യം കാണുമ്പോൾ നമുക്ക് തോന്നും എന്നാണ് പറയണത്. അത് ശരിയാണെന്ന് തോന്നുന്നു. എൻ്റെ അച്ഛൻ ഇതുപോലെ പണ്ട് ഞാൻ കുട്ടിയാവണ കാലത്ത് ഇല്ലത്ത് ഒരാൾ വന്നപ്പോൾ രാവിലെ കുളത്തിൽ പോയി കുളിച്ചിട്ട് ഇറമുണ്ട് തോളത്തിട്ട് കയറി വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞണ ഞാൻ കേട്ടിട്ടുണ്ട്, ഈറമുണ്ട് ഇങ്ങനെ തോളത്തിടരുതേ, ഉള്ള ഐശ്വര്യം കൂടി പോവും എന്ന് അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് അതിൻ്റെ കാര്യം അച്ഛൻ കഥ പറഞ്ഞിട്ട് പറഞ്ഞത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അത് കഴിഞ്ഞ് ഞാനിത് വായിച്ചറിഞ്ഞു. അപ്പോൾ അത് വെറുതെ അല്ല എന്നാണ് ഇപ്പോഴും ഉള്ള വിശ്വാസം. പണ്ടൊക്കെ നമ്മൾ തോട്ടിൽ നല്ല വെള്ളമായിരുന്നല്ലോ. ഇന്നത്തെ പുഴയും തോടും കുളവും അല്ല. അന്ന് ഞാനൊക്കെ കുട്ടിയൊക്കെ ആകുമ്പോൾ ഇല്ലത്തെ കുളത്തിൽ അതുപോലെ തോടുണ്ടായിരുന്നു, വലിയ തോടുണ്ടായിരുന്നു. ആ തോട്ടിലൊക്കെ എത്ര രസമായിട്ടാണ് കുളിച്ച് കയറി പോന്നിരുന്നത്. അന്ന് ആ തോട്ടിൽ കുളിക്കണ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഈ തോട്ടിൽ കുളിച്ചിട്ട് ഈറം തോർത്തൊക്കെ മേത്തിട്ട് പോണ ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ കുളത്തിൽ മുങ്ങിക്കുളിച്ച് അമ്പലക്കുളത്തിൽ ഒക്കെ മുങ്ങിക്കുളിച്ചിട്ട് ഈറം തോർത്ത് തോളത്തിട്ട് പോകുന്ന ആണുങ്ങൾ പ്രത്യേകിച്ചും തോർത്ത് പുറച്ച് പോകണതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പാടില്ല എന്നാണ് പറയണത്. ഇപ്പോൾ ഒക്കെ എല്ലാവരും ബാത്റൂമിലാണല്ലോ. ഒന്നാമത് കുളത്തിൽ കുളിക്കാൻ നല്ല വെള്ളമല്ല. പിന്നെ സുരക്ഷ ഭീഷണിയുണ്ട് നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ച്. അതുകൊണ്ട് ആരും അങ്ങനെ കുളത്തിലൊന്നും കുളിക്കാൻ പോകണില്ല എന്ന് വയ്ക്കാം. ബാത്റൂമിൽ കുളിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വരില്ല. എന്നാലും പുറത്തെ ബാത്റൂമിലൊക്കെ കുളിച്ചിട്ട് നമ്മളിങ്ങോട്ട് ഡ്രസ്സ് എടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരേണ്ടി വരും. അപ്പോൾ അത് പാടില്ല എന്നാണ് പറയുന്നത്. ഇടാനുള്ള ഡ്രസ്സും കൂടി നമ്മൾ ബാത്റൂമിലേക്കോ അല്ലെങ്കിൽ കുളത്തിലേക്കോ എങ്ങോട്ടായാലും മേത്തിടാനുള്ള ഡ്രസ്സ് കൊണ്ടുപോവുക. അല്ലെങ്കിൽ ഇങ്ങനെ ഇറങ്ങുണ്ട് മേത്തിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഐശ്വര്യ ദേവതയുടെ പോക്കുണ്ടാവും എന്നാണ് പറയണത്. ഈ സാമൂതിരിപ്പാട് പിന്നീട് ഒരുപാട് വിഷമായി. ദിവാൻജി ആത്മഹത്യ ചെയ്തു. ഐശ്വര്യം കുറേശ്ശെ ഇങ്ങനെ ഇല്ലാണ്ടായി തുടങ്ങി. പിന്നെ അദ്ദേഹത്തിൻ്റെ രാജ്യാധിപത്യം അന്യം നിന്ന് പോയി, അന്യാധീനപ്പെട്ടു പോയി. ഒരുപാട് താമസമൊന്നുമില്ലാതെ ആ രാജ്യഭാരമൊക്കെ കയ്യിൽ നിന്ന് പോയി സാമൂതിരിയുടെ. അപ്പോൾ ആ പറയണത് ശരിയാണ് എന്ന് തോന്നണില്ലേ? അങ്ങനെ വന്നു കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ. അതാണ് പറയണത്. അങ്ങനെ ഒരു കാര്യം പഴമക്കാർ പറയണത് എല്ലാം പതിരല്ല, പഴഞ്ചൊല്ലിൽ പതിരില്ല എന്നല്ലേ പറയണേ. അപ്പോൾ ഇത് ഈറം കൊണ്ട് തോളത്തിടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിൽ കാര്യമുണ്ട് എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഇപ്പോൾ അടുത്ത കഥ ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാം ഞാൻ. അപ്പോൾ അടുത്ത തവണ കഥ കേട്ടിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ. അടുത്ത ഒരു കഥയായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.